വിദ്യാർത്ഥികൾ ലഹരിക്കടിമകളാകുന്നെന്ന വസ്തുത നിസ്സാരമായി എഴുതിത്തള്ളാനാവില്ല. ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ പോലും ക്യാമ്പസുകളിൽ ലഹരി വിൽപ്പനക്കാരാകുന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കൊച്ചി കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് കച്ചവടത്തിൽ പരസ്പരം പഴിചാരുകയാണ് SFIയും KSU. കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാൾ ഒളിവിലാണ്. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിഖ് എന്നിവരും കേസിൽ അറസ്റ്റിലായിരുന്നു. കോളേജിൽ ലഹരി എത്തിച്ചത് ഇവരാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രിൻസിപ്പൽ പോലീസ് നൽകിയ കത്താണ് ഹോസ്റ്റലിലെ റെയ്ഡിന് വഴിതെളിച്ചത്. ആദ്യം അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. ആഷിഖും ഷാരിഖുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും തൃക്കാക്കര ACP PV ബേബി. കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം അത് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ പാകമല്ല എന്നുള്ള കാര്യം ഒന്നറിയുക. കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇയാൾ ഒളിവിലാണ്. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്നാണ് ആഷിഖും ഷാരിഖും മൊഴി നൽകിയത്. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽക്കുന്നത് ഓഫറിലാണെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. മുൻകൂറായി പണം നൽകിയാൽ 500 രൂപയുടെ കഞ്ചാവ് 300 രൂപയ്ക്ക് ലഭിക്കും. അതേസമയം ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് കേസിൽ നിർണായകമായത്. വെള്ളിയാഴ്ച കോളേജിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിൽ മദ്യവും ലഹരി മരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ അതിനായി പണപ്പിരിവ് നടത്തിയെന്നും പ്രിൻസിപ്പൽ കൊച്ചി DCPക്ക് അയച്ച കത്തിൽ പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യൂണിയൻ ഭാരവാഹി അഭിരാജിനെ SFI പുറത്താക്കി. അതേസമയം മാധ്യമങ്ങൾ SFIയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് വാർത്തകൾ നൽകുന്നതെന്ന വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് രംഗത്തെത്തി. പിടിയിലായ ഷാരിഖ് KSU യൂണിറ്റ് സെക്രട്ടറിയാണെന്നും അത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടും മാധ്യമങ്ങൾ മൗനം പാലിച്ചെന്നും PS സഞ്ജീവ് കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ഷാലിഖുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നെന്നോ അയാൾ അവിടുത്തെ നേതാവായിരുന്നെന്നോ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ ആരാ കാണാത്തത്? മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവ്. ഈ പറഞ്ഞ ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ. ന്യൂസ് 18 കൊച്ചി.